amigos, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അർമേനിയയിലോട്ട് പോകാനായിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതും പ്രായം ഒരു പ്രശ്നമേ അല്ല. 55 60 ആയിക്കോട്ടെ, ഷുഗറോ പ്രഷറോ ഉള്ളവരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമുക്ക് അർമേനിയയിലോട്ട് അത്യാവശ്യം ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ല, കുറച്ച് തിരക്കായിട്ട് അതുകൊണ്ടാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാനിതിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് ആക്കി ഇട്ടോളാം. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളത് മെസ്സേജ് ചെയ്യുകയോ കോൾ വിളിക്കുകയോ ചെയ്യുക. കൂട്ടുകാരെ, അർമേനിയയിലുള്ള ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഈ വിസയിലാണ് പോകുന്നത്. ഇവിടുന്ന് ഈ വിസയിൽ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബേസിക് സാലറി വരുന്നത് 35,000 ആണ് പെർ മന്ത് വരുന്നത്. നമുക്കിവിടെ ഓവർ ടൈം ചെയ്യാം, അല്ലെ കുറച്ചുകൂടെ സാലറി കിട്ടാൻ താല്പര്യമുള്ളവർ, അതിന് വില്ലിങ് ആയിട്ടുള്ളവർ 10 to 12 hours അവിടെ വർക്ക് ചെയ്താൽ 60,000 to 70,000 വരെയാണ് നമ്മൾ സാലറി വരുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ തന്നെയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്തത്. ഇപ്പോൾ പോയിട്ടുള്ള 100-ഒരു 85% ആൾക്കാരും അവിടെ, അതായത് 50 to 60 ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഷുഗർ കാണും, പ്രഷർ കാണും, കൊളസ്ട്രോൾ കാണും, ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി പോയിട്ടുള്ളവരിൽ ഒരു ചേട്ടൻ ഇൻസുലിൻ എടുക്കുന്ന പുള്ളിക്കാരനാണ് പോയിരിക്കുന്നത്. ഒരു പുള്ളിക്കാരൻ്റെ കൈക്ക് വയ്യ. അപ്പോൾ അതുപോലെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത വർക്കാണ് നമ്മളവിടെ ചെയ്യുന്നത്. അവിടെ ഹാർഡ് വർക്കിംഗ് ഇല്ല. അവിടെ പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ബ്രേക്ക് എടുത്ത് എൻജോയ് ചെയ്ത് കൂളായിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ആൾക്കാർ പ്രഷർ ചെയ്യുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ നല്ല ശാന്തമായിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള മുനിസിപ്പാലിറ്റി വർക്കിലോട്ടാണ് നമുക്കിപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രിയിലോട്ട് നോക്കുവാണെങ്കിൽ മിനിമം 45 years ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ എടുക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ അർമേനിയയിലാണെങ്കിൽ 60 വരെ നമുക്ക് ആൾക്കാരെ എടുക്കാം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 60 വയസ്സുള്ളവരെ വരെ നമുക്ക് മിനിമം ആൾക്കാരെ എടുക്കാനായിട്ട് സാധിക്കും അർമേനിയയിലോട്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് ഒരു ഹെഡേക്കും വേണ്ട. നമുക്ക് 50 ആയിക്കോട്ടെ, 55 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, അർമേനിയയിലോട്ട് നമുക്ക് സുഖമായിട്ട് 2 ആഴ്ച കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ വൺസ് നമുക്ക് TRC കാർഡ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രിയിലോട്ട് വേണേലും, അതായത് അടുത്തിരിക്കുന്ന ഏത് യൂറോപ്യൻ കൺട്രിയിൽ വേണേലും നമുക്ക് ജോലിക്ക് കയറുവാനായിട്ട് സാധിക്കും അർമേനിയയിൽ നിന്ന്. കാരണം ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് നമ്മൾ അർമേനിയ അല്ലെങ്കിൽ അൽബേനിയയിലാണ് ചെല്ലുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഏത് യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണേലും പോകുന്നത്. സോ നമുക്ക് അർമേനിയ ടു ഏത് യൂറോപ്യൻ കൺട്രിയിലോട്ടാണെങ്കിലും നമുക്ക് ജോലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. പിന്നെ ഈ വേക്കൻസിയിൽ നമുക്ക് വന്നിരിക്കുന്നത് മെയിലിനും ഫീമെയിലിനും കയറിപ്പോകാനായിട്ട് സാധിക്കും. ഏജ് ഒരു വിഷയമല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ജോബ് വേക്കൻസിയിൽ പോകുവാനായിട്ട് താല്പര്യമുള്ളവർ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഉള്ള ഏഷ്യൻ കൺട്രി ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, അതിലൊക്കെ വെച്ച് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഏറ്റവും റേറ്റ് കുറച്ചും വന്നിരിക്കുന്നത് അർമേനിയയിലോട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.